എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഒരു ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സർക്യൂട്ട് ഡയഗ്രാം ആണ് പറയുന്നത്. ഡയോഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ഡയോഡ് ക്യാരക്ടറിസ്റ്റിക്സ് സാധാരണ നമ്മൾ കൺവെൻഷനൽ ആയിട്ട് ചെയ്യുന്നത് ഈ രീതിയിലാണ്. ഒരു ഡയോഡിനെ ഫോർവേഡ് ബയാസ് ചെയ്യുമ്പം ഒരു VCCയിൽ പോസിറ്റീവ് വോൾട്ടേജ് ആനോഡിലും കാഥോഡിൽ ഒരു റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട്, ഒരു കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നെഗറ്റീവിലും കണക്ട് ചെയ്താണ് ചെയ്യുന്നത്. ഇതില് ഇൻസ്ട്രുമെന്റ്സ് കണക്ട് ചെയ്യുമ്പം വോൾട്ട് മീറ്റർ പാരലായിട്ട്, ഡയോഡിന് പാരലായിട്ടും കറണ്ട് മീറ്റർ സർക്യൂട്ട് ബ്രേക്ക് ചെയ്തിട്ട് അതിന് സീരീസ് ആയിട്ടും കണക്ട് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ലാബിലൊക്കെ എക്സ്പെരിമെന്റ്സ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ വോൾട്ടേജ് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ വോൾട്ടേജ് എക്സ് ആക്സിസിലും വൈ ആക്സിസിലെ കറണ്ടുമായിട്ടാണ് പ്ലോട്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാമായിട്ട് നമ്മുടെ വർക്കൗട്ടിൽ ചെയ്യുമ്പം അതിലെ വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത്, അതായത് വോൾട്ടേജ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിലായതുകൊണ്ട് അത് പ്രൊഫൈലായിട്ട് സെറ്റ് ചെയ്യുകയും കറണ്ട് മീറ്റർ വെക്കേണ്ടത്, കറണ്ട് റീഡിങ് വരേണ്ടത് വൈ ആക്സിസിലാണ് നമുക്ക് പ്ലോട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ കറണ്ട് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പൊ സീരീസ് ആയിട്ടുള്ള കറണ്ട് ഫ്ലോ അറിയാൻ വേണ്ടിയിട്ട് ഏത് ടെർമിനൽ വഴിയാണോ കറണ്ട് വേണ്ടത് അവിടെ നമ്മുടെ പ്രോബ് കൊണ്ട് പ്ലേസ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ ഗ്രാഫ് റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഗ്രാഫ് കിട്ടും. ഇങ്ങനെയാണ് സർക്യൂട്ട് നമ്മൾ സോഫ്റ്റ്വെയറിൽ ചെയ്യുന്നത്. സോഫ്റ്റ്വെയറിൽ ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇതുപോലെയാണ്. ഇതാണ് സർക്യൂട്ട് ഡയഗ്രത്തിൽ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഗ്രാഫ്. ഇങ്ങനെ നമുക്ക് ഫോർവേഡ് റിവേഴ്സും പ്ലോട്ട് ചെയ്യാൻ പറ്റും. റിവേഴ്സിൽ ഒരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ചേഞ്ച് ചെയ്യേണ്ടി വരും. അത് നമ്മൾ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുമ്പോൾ പറയാം. പിന്നെ അതിന്റെ ഔട്ട്പുട്ട് PCB ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ട്രാക്ക് മാത്രമേ വരത്തുള്ളൂ. ഡയോഡും റെസിസ്റ്ററും മാത്രമുള്ള ട്രാക്ക്. ബാക്കിയുള്ളതൊക്കെ അഡീഷണൽ പാഡ് കൊടുത്തിട്ട് നമ്മൾ മീറ്റർ കണക്ട് ചെയ്യാനും DC ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പാഡും കണക്ടേഴ്സ് ഒക്കെ നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുന്നതിലേക്ക് പോവാം. സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത് നമ്മൾ ക്യാപ്ചർ CS എന്നുള്ള യൂട്ടിലിറ്റി എടുത്താണ് വരയ്ക്കുന്നത്. അതിൽ ഫയൽ, ന്യൂ, പ്രോജക്റ്റ് എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബ്രൗസ് ചെയ്ത് ഡി ഡ്രൈവിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കാം. ഫോൾഡർ ഞാനിപ്പം ഫോൾഡർ 1, 2, 3 എന്നുണ്ടാക്കി. എന്നിട്ട് ഓക്കെ കൊടുത്ത്. അപ്പോൾ ഇവിടെ ഡയോഡ് എന്നുള്ള ഫോൾഡറിനകത്ത് ഒരു ഫോൾഡർ 1, 2, 3 എന്ന് വന്നു. ഇനി ഇവിടെ ഫയൽ നെയിം കൊടുക്കുന്നു. ഞാനിപ്പോൾ ഡയോഡ് എന്ന് കൊടുത്തു. അനലോഗ് ഓർ മിക്സ്ഡ് സിഗ്നൽ സർക്യൂട്ട് വിസാർഡ് എന്നുള്ളത് ഓപ്ഷൻ സെലക്ട് ചെയ്യണം. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇവിടെ ഫിനിഷ് ചെയ്തു. സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ആദ്യം നമുക്ക് ഡയോഡ് പ്ലേസ് ചെയ്യാം. ഡയോഡ് പ്ലേസ് ചെയ്യാനായിട്ട് പ്ലേസ് പാർട്ട് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അപ്പൊ ഈ കാണുന്ന ലൈബ്രറിക്കകത്ത് ഉണ്ടോന്ന് നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മുടെ ഇവിടെ വേണമെങ്കിൽ സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യുമ്പോൾ D1N4007 എന്ന് കൊടുത്ത് സെർച്ച് ചെയ്യാം. ലൈബ്രറിയിൽ എന്ത് നെയിം ഉണ്ടോ അത് വെച്ച് തന്നെ സെർച്ച് ചെയ്യണം. അങ്ങോട്ട് സെർച്ച് ആയിട്ടുണ്ട്. ഇതാണ് ഡയോഡിന്റെ സിമ്പല്. അപ്പൊ ഓക്കെ കൊടുത്തു. ഇവിടെ പ്ലേസ് ചെയ്യാം. അപ്പൊ അത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് ഒരു റെസിസ്റ്റൻസ് പ്ലേസ് ചെയ്യാം. റെസിസ്റ്റൻസ് അനലോഗ് എന്ന് പറഞ്ഞ ലൈബ്രറിക്കകത്തുണ്ട്. ഇതെല്ലാം അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞാണ്. റെസിസ്റ്റൻസ് പ്ലേസ് ചെയ്യുക. അതിന് റൊട്ടേറ്റ് ചെയ്ത് പ്ലേസ് ചെയ്യാം. എന്നിട്ട് അടുത്ത് VDC ആണ് വേണ്ടത്. അപ്പൊ അത് സോഴ്സ് എന്ന് പറഞ്ഞ ലൈബ്രറിക്കകത്ത് VDC ഉണ്ട്. VDC സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുത്തു. അതിവിടെ പ്ലേസ് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ ഗ്രൗണ്ട് പ്ലേസ് ചെയ്യണം. ഗ്രൗണ്ട് 0 എന്ന് പറയുന്ന ഗ്രൗണ്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് ലൈൻസ് വരയ്ക്കും. ലൈൻസ് വരച്ച് അത് കഴിഞ്ഞ് നമുക്ക് വാല്യൂ എഡിറ്റ് ചെയ്യാം. വാല്യൂ ഇപ്പം ഇത് 0 വോൾട്ടിലാണ് കിടക്കുന്നത്. അതിന് നമുക്ക് ഡയോഡിന്റെ ഫോർവേഡ് ഒരു 0.6 കണ്ടക്ട് ചെയ്യുന്നുള്ളത് കൊണ്ട് നമുക്ക് 2 വോൾട്ട് മതി. അതുപോലെ റെസിസ്റ്റൻസിന്റെ വാല്യൂ അത് 150 ഓംസ്, 200 ഓംസിനകത്ത് മതി. അപ്പം വാല്യൂ എല്ലാം കൊടുത്തു. ഇനി നമുക്ക് Y ആക്സിസിൽ എന്താണ് വേണ്ടത് അതാണ് പ്രോബ്. Y ആക്സിസിൽ കറണ്ട് ആയതുകൊണ്ട് കറണ്ട് നമ്മൾ വേറെ ലൈനിലൊന്നും പ്ലേസ് ആകത്തില്ല. ഏത് കമ്പോണന്റ് വഴിയുള്ള കറണ്ടാണ് അറിയേണ്ടത് അതിന്റെ ആനോഡിൽ അല്ലെങ്കിൽ അതിന്റെ എൻട്രി പോയിന്റിൽ പ്ലേസ് ചെയ്യാം. നമുക്ക് പ്രൊഫൈൽ സെറ്റ് ചെയ്യാം. X ആക്സിസിൽ വേണ്ടതാണ് പ്രൊഫൈല്. അപ്പൊ നമ്മുടെ ഇവിടെ എന്ത് വാല്യൂ ആണ് വേണ്ടത് അതാണ് പ്രൊഫൈൽ സെറ്റ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ പ്രൊഫൈലിന് തൽക്കാലം ഒരു പേര് കൊടുത്തു.
എന്നിട്ട് എക്സ് ആക്സിസ് അനാലിസിസ് ടൈപ്പിന്റെ അവിടെ നമ്മുടെ ഓസിലേറ്റർ ഒക്കെ ചെയ്യുമ്പോൾ ടൈം ആയിരുന്നു എക്സ് ആക്സിസിൽ, ഇവിടെ ഇപ്പം വോൾട്ടേജ് ആണ്. അപ്പൊ ഡി സി സ്വീപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പൊ ഇവിടെ നമ്മൾ വേരിയബിൾസ് കൊടുക്കേണ്ടതിന് വ്യത്യാസമുണ്ട്. സോഴ്സ് വോൾട്ടേജ് സോഴ്സിന്റെ പേരാണ് ചോദിക്കുന്നത്, അത് ഇവിടെ V1 എന്നാണ്. ഞാനിപ്പോ V1 എന്ന് ഇവിടെ കൊടുത്തു. എന്നിട്ട് സ്റ്റാർട്ട് വാല്യൂ 0, എൻഡ് വാല്യൂ 2 വോൾട്ട്, പിന്നെ ഇൻക്രിമെന്റ് പോയിന്റ് ഒരു 001 മില്ലി 1 വോൾട്ട് കൊടുത്തു, 001 വോൾട്ട് കൊടുത്തു. എന്നിട്ട് അപ്ലൈ കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു. നമ്മുടെ ഇവിടെ റൺ ചെയ്ത് നോക്കുകയാണ്. റൺ ചെയ്യുമ്പോൾ നമുക്കൊരു ഗ്രാഫ് കിട്ടിയിട്ടുണ്ട് ഫോർവേഡ് ബയാസിലുള്ള. ഈ ഗ്രാഫിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ കറണ്ട് എന്ന് പറയുന്നത് D1 എന്ന് പറയുന്ന ഡയോഡ് വഴി പാസ് ചെയ്യുന്ന കറണ്ട് ആണ്. പക്ഷെ വോൾട്ടേജ് V1 എന്നാണ്. അതായത് വോൾട്ടേജ് ഓഫ് V1 ഈ ഡയോഡ് വഴിയുള്ള കറണ്ടും അതുപോലെ വോൾട്ടേജ് സോഴ്സിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജുമാണ് ഇപ്പൊ ഈ കണ്ടത്. നമുക്ക് വേണ്ടത് ഡയോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും കറണ്ടുമാണ്. അപ്പൊ ഈ എക്സ് ആക്സിസിൽ എന്ന് പറയുന്ന ഈ ആക്സിസിൽ കാണുന്ന വാല്യൂവിന് വേരി ചെയ്ത് കൊടുക്കണം. അതിന് സ്ക്രീനിൽ എവിടെയെങ്കിലും വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് എടുക്കുക. എക്സ് ആക്സിസ് വേരിയബിൾ ഇവിടെ ഇപ്പൊ കിടക്കുന്ന V1 എന്നാണ്. അപ്പൊ നമ്മൾ അതിനെ മാറ്റി വോൾട്ടേജ് ഡയോഡ് D1ന്റെ ഫസ്റ്റ് ടെർമിനൽ മൈനസ് D1ന്റെ സെക്കൻഡ് ടെർമിനൽ. ഇത് ഈ ട്രേസ് എക്സ്പ്രഷൻ ഇവിടെ ടൈപ്പ് ചെയ്താലും മതി. നമ്മുടെ ഇവിടെ ഓൾറെഡി ഉള്ളത് കൊണ്ടാണ് ക്ലിക്ക് ചെയ്തത്. എന്നിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുക. ഇപ്പൊ നമുക്ക് ഗ്രാഫ് കിട്ടും. ഇങ്ങനെ ഫോർവേഡ് ബയാസ് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇപ്പൊ ഇവിടെ ഇപ്പം വോൾട്ടേജ് കറണ്ട് ഡിസ്പ്ലേ ആയിട്ടില്ല. അത് ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്. ഇവിടെ ബയാസ് പോയിന്റ് എന്നുള്ള ഓപ്ഷൻ ഇട്ടിട്ട് അപ്ലൈ കൊടുത്ത് ഓക്കെ കൊടുത്ത് ഒന്ന് റൺ ചെയ്യുക. അത് കഴിഞ്ഞ് വീണ്ടും പഴയതുപോലെ തന്നെ ഇപ്പൊ റൺ ചെയ്ത് കഴിയുമ്പം വോൾട്ടേജ് കറണ്ട് ഡിസ്പ്ലേ ആവും. അത് കഴിഞ്ഞ് വീണ്ടും പഴയതുപോലെ DC സ്വീപ്പിലിട്ടിട്ട് അപ്ലൈ ഓക്കെ കൊടുക്കുക. എന്നിട്ട് റൺ ചെയ്യുമ്പോൾ ഗ്രാഫ് കിട്ടും. പിന്നെ അടുത്ത നമുക്ക് റിവേഴ്സ് ബയാസ് നോക്കാം. ഇപ്പൊ റിവേഴ്സ് ബയാസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡയോഡിന്റെ 4007 എന്ന് പറയുന്ന ഡയോഡിന്റെ റിവേഴ്സ് ബയാസ് അറൌണ്ട് 1500 വോൾട്ടിലായിരിക്കും റിവേഴ്സിൽ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു സ്റ്റാർട്ട് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് മൈനസ് ഒരു 1700 കൊടുക്കാം. വോൾട്ടേജ് കൊടുത്തു. എന്നിട്ട് ഇവിടെ ഇപ്പം ഇത് ഇത്രയും ഹയർ വാല്യൂ ആയതുകൊണ്ട് ഒരുപാട് ടൈം എടുക്കും. ഇത് ഇൻക്രിമെന്റ് ലോ വാല്യൂ കൊടുത്താൽ ഇപ്പൊ അത് ഞാൻ 1 വോൾട്ടിലേക്ക് മാറ്റിയിട്ടു. എന്നിട്ട് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇങ്ങനെ കിട്ടും. പക്ഷെ ഇതിന്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഇതിലും നമ്മുടെ ആക്സിസ് വേരിയബിൾ എടുത്തിട്ട് സെറ്റിംഗ്സ് എടുക്കുക. ആക്സിസ് വേരിയബിൾ എടുത്തിട്ട് VD1 മൈനസ് VD2 എന്ന് കൊടുക്കുക. ഓരോ പ്രാവശ്യം റൺ ചെയ്ത് കഴിയുമ്പോൾ അത് കൊടുക്കേണ്ടി വരും. ഇങ്ങനെ കിട്ടും. ഇതിപ്പം ഫോർവേഡ് ബയാസ് ആക്ച്വലി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കൺട്രോൾ കൊടുത്തിട്ട് സൂം ചെയ്ത് നോക്കിയാൽ ഫോർവേഡിൽ കണ്ടക്ഷൻ ഉണ്ട്. കൺട്രോൾ കൊടുത്ത് ഒന്നുകൂടെ സൂം ചെയ്യാം. പക്ഷെ നമുക്ക് ഒരു ഗ്രാഫിൽ ഇത് രണ്ടും കൂടെ പ്ലോട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇത്രയും ഹയർ റേഞ്ച് വരുന്നുണ്ട്, ഇത്രയും സ്പാൻ വരുന്നതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഡയോഡിന്റെ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് നമുക്ക് മാനുവലായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. അത് ഡയോഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് PSpice മോഡൽ എഡിറ്റ് മെനുവിൽ PSpice മോഡൽ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഇവിടെ ഇപ്പൊ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് 1500 ആണ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള റേഞ്ചിലേക്ക് മാറ്റിയെടുക്കാം. ഞാനിപ്പോ ഇതൊരു 5 വോൾട്ടിലേക്ക് മാറ്റിയെടുക്കുകയാണ്. 5 വോൾട്ടിലേക്ക് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ 5 വോൾട്ടിലായിരിക്കും അത് പിന്നീട് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ എന്നിട്ട് അത് സേവ് ചെയ്യുക. ഇനി നമുക്ക് പ്രൊഫൈലിനകത്ത് ഇവിടുത്തെ ഇൻക്രിമെന്റ് വേണമെങ്കിൽ ഇനി നമുക്ക് ഇൻക്രിമെന്റ് കുറച്ചുകൂടെ റെസൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ സ്റ്റാർട്ട് വാല്യൂ 5 വോൾട്ട് എന്ന് പറയുന്നത് നമുക്കിവിടെ ഒരു 7 വോൾട്ട് കൊടുത്താൽ മതി. 7 വോൾട്ട് മുതൽ -7 വോൾട്ട് മുതൽ +2 വോൾട്ട് വരെയുള്ള വേരിയേഷൻ കിട്ടും ഗ്രാഫിൽ. ഇങ്ങനെ കിട്ടും. ഇതിന് നമ്മൾ വീണ്ടും ആക്സിസ് വേരിയബിൾ എടുക്കുക. VD1 മൈനസ് VD2 എന്നുള്ള സ്ട്രെസ് എക്സ്പ്രഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും ഗ്രാഫ്. നമുക്ക് ഫോർവേഡ് റിവേഴ്സും ഒരേ രീതിയിൽ തന്നെ കണ്ടക്ട് ചെയ്യും. പക്ഷെ ഇത് ആക്ച്വലി തെറ്റാണ്. കാരണം ഇത് -5 വോൾട്ടിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യത്തില്ല റിവേഴ്സ് ബയാസ്. ഇപ്പൊ റിവേഴ്സ് ബയാസ് നമ്മൾ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് എഡിറ്റ് ചെയ്തതാണ്. നമുക്ക് ഗ്രാഫ് എടുക്കാം.
ഇനി നമ്മുടെ PCB സ്റ്റേജിലേക്ക് പോവാം. PCB സ്റ്റേജിലേക്ക് പോകാനായിട്ട് നമ്മുടെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ടൂൾസ് ഉള്ള മെനു എടുക്കുക, ക്രിയേറ്റ് നെറ്റ് ലിസ്റ്റ് കൊടുക്കുക. ഇപ്പോൾ EDN എന്നുള്ള എക്സെഷനുള്ള എഡിഫിന് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ആണ് ഡിഫോൾട്ട് നിൽക്കുന്നത്. അതിന് PSpice മാറ്റി വെരിലോഗ് എന്ന് കൊടുക്കുക, സോറി ലേഔട്ട് എന്ന് കൊടുക്കുക. അപ്പോൾ MNL ഫയലായിട്ട് സേവ് ആകും. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇനി ആ ഫയൽ ലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് PCBയുടെ സ്റ്റേജ് ചെയ്യാം. PCB ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റാർട്ട് എടുത്തിട്ട് അതിൽ ലേഔട്ട് പ്ലസ് എന്നുള്ള യൂട്ടിലിറ്റിയാണ് എടുക്കുന്നത്. അതെടുത്തിട്ട് ഫയൽ ന്യൂ ഒന്ന് കൊടുക്കുക. അപ്പോൾ ഒരു ടെംപ്ലേറ്റ് ഫയൽ ഈ ടൈറ്റിൽ ബാറിൽ എഴുതിയിരിക്കുന്നത് നോക്കി ചെയ്യണം. ലോഡ് ടെംപ്ലേറ്റ് ഫയൽ എന്നാണ്. ടെംപ്ലേറ്റ് ഫയൽ ഓൾറെഡി ഇതിനകത്ത് ഉണ്ട്. ആ ഫയലിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. കമ്പനി തന്നെ ഡിഫോൾട്ടായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടേക്കുന്നതാണ്. ഓപ്പൺ കൊടുക്കുക. അത് കഴിഞ്ഞ് നെറ്റ് ലിസ്റ്റ് സോഴ്സ്, അതിപ്പോൾ നമ്മൾ സേവ് ചെയ്ത നെറ്റ് ലിസ്റ്റ് സോഴ്സ് ആണ്. അത് നമ്മുടെ ഡയോഡ് എന്നുള്ള ഫയൽ ഫോൾഡറിൽ ഇതിനകത്ത് diode.mnl എന്നുള്ള ഈ ഫയലാണ്. അത് ഓപ്പൺ കൊടുക്കുക. എന്നിട്ട് സേവ് ചെയ്യുന്നത് മാക്സ് എക്സ്റ്റൻഷൻ ഉള്ള ഒരു ഫയലായിട്ട് സേവ് ആവും. അവിടെ സേവ് കൊടുക്കുക. ഇപ്പൊ ഡയോഡിന്റെ ഫുട് പ്രിന്റ് ആണ് ചോദിക്കുന്നത്. ഡയോഡിന്റെ ഫുട് പ്രിന്റ് എന്ന് പറഞ്ഞാൽ ലിങ്ക് എക്സിസ്റ്റിംഗ് ഫുട് പ്രിന്റ് ടു കമ്പോണന്റ് എന്നാണ് പറയുന്നത്. ഓൾറെഡി അതിനകത്ത് ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ഇതിനകത്ത് TM ഡയോഡ്, ടെർമിനൽ ഡയോഡ് എന്ന് പറയുന്ന ഒരു ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയിൽ ഏറ്റവും താഴോട്ടുള്ള കമ്പോണന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ആപ്റ്റ് ആയിട്ടുള്ള കമ്പോണന്റ് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ ഒരെണ്ണം എടുത്തു. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അത് കഴിഞ്ഞ റെസിസ്റ്റൻസിന്റെ ഫുട് പ്രിന്റ് ആണ്. ലിങ്ക് എക്സിസ്റ്റിംഗ് ഫുട് പ്രിന്റ് കൊടുത്തിട്ട് TM ആക്സിയൽ എന്നുള്ളത് എടുക്കുക. ഏതെങ്കിലും ഒരു ഇതുമായിട്ട് ലിങ്ക് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഇപ്പൊ നമുക്ക് ഡയോഡിന്റെ റെസിസ്റ്റൻസിന്റെ ഫുട് പ്രിന്റുമായിട്ടുള്ള ഒരു തമ്മിൽ സോൾവ് ചെയ്ത ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആദ്യം ടെക്സ്റ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്യാം. ലൈബ്രറി നെയിംസ് വരണത്. അപ്പൊ അത് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. അതുപോലെ ഇതിൽ ഓവറോൾ വൈറ്റ് കളറിലുള്ള ഒരു ഡിസ്പ്ലേ കൂടെ ഉണ്ട്. അതും കൂടെ ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ഡിസ്പ്ലേ ആകാത്തത് കൊണ്ട് നമുക്ക് വ്യൂ എടുത്തിട്ട് റീഡ്രാ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഡിസ്പ്ലേ ആവും. ഇവിടെ ഇപ്പം കമ്പോണന്റിന്റെ നെയിം ഒക്കെ വേണമെങ്കിൽ നമുക്കെടുത്ത് കറക്റ്റ് സ്ഥലത്തായിട്ട് പ്ലേസ് ചെയ്യാം. അപ്പൊ അതങ്ങനെ തന്നെ കറക്റ്റ് ആയിട്ട് പ്ലേസ് ആയി നിൽക്കും. കമ്പോണന്റിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ ഇങ്ങനെ ഇരിക്കും. ഇനി നമുക്കിതിനെ കുറച്ചുകൂടി ഒന്ന് മൈനസ് ആക്കി വെച്ചിട്ട് ഇവിടെ നമുക്ക് ഇതാണ് 0 എന്ന് പറയുന്ന പോയിന്റ്. ഇവിടെ നമുക്കൊരു PCBയുടെ ഏരിയ വരയ്ക്കാം. അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒബ്സ്റ്റക്കിൾ ടൂൾ എന്നുള്ള ടൂൾ എടുക്കുക. സ്ക്രീനിൽ എവിടെയെങ്കിലും വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ന്യൂ എന്ന് കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വരയ്ക്കുക. നമുക്ക് വേണ്ട സൈസ്, ഞാൻ ഇപ്പോൾ കുറച്ച് വലിയ സൈസ് വരയ്ക്കുകയാണ്. ശരിക്കും ചെറിയ സൈസാണ് വേണ്ടത്. നമുക്ക് ഇതിനകത്ത് വോൾട്ട് മീറ്ററിന്റെയും കറണ്ട് മീറ്ററിന്റെയും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് കൊണ്ട് കുറച്ച് വലുതായിട്ട് വരച്ചു. എന്നിട്ട് കമ്പോണന്റ് ടൂൾ എടുക്കുക. എന്നിട്ട് നമുക്ക് മാനുവലായിട്ട് ഇതിനെ പ്ലേസ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണോ സർക്യൂട്ട് ഡയഗ്രത്തിൽ കിട്ടിയ ആ രീതിയിൽ പ്ലേസ് ചെയ്താൽ കുറച്ച് എളുപ്പത്തിൽ നമുക്ക് ട്രാക്ക് റൂട്ട് ചെയ്ത് കിട്ടും. ഇത് ഇപ്പം കമ്പോണന്റ് ഇപ്പൊ ഇത് നെയിം എഴുതിയിരിക്കുന്നത് തിരിഞ്ഞു പോയത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ റൊട്ടേറ്റ് ചെയ്ത് ഒക്കെ മാറ്റി എടുക്കാം. ഇപ്പൊ 6 എന്നുള്ള കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യാം. പിന്നെ ഈ ഒബ്സ്റ്റക്കിൾ ടൂൾ എടുത്ത് വരച്ചത് ചെറുതായി പോയി, അത് കുറച്ചുകൂടി ഒന്ന് വലുതാക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒബ്സ്റ്റക്കിൾ ടൂൾ എടുത്തിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടുപോയാൽ മതി. നമുക്ക് എത്ര വേണമെങ്കിലും വലുതാക്കാം. അതുപോലെ തന്നെ ഹൈറ്റും അതുപോലെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് PCB റൂട്ട് ചെയ്യുക. റൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഇതിന്റെ ലെയർ, സിംഗിൾ ലെയർ ആണ്, ഇത് 4 ലെയർ ആണുള്ളത്. അപ്പൊ അതിനെ നമുക്ക് സിംഗിൾ ലെയർ ആയിട്ട് സെറ്റ് ചെയ്യണം. അപ്പൊ സിംഗിൾ ലെയർ ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൂൾ ലെയർ സെലക്ട് ഫ്രം സ്പ്രെഡ്ഷീറ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് ലെയർ ടൈപ്പിന്റെ കോളം സിംഗിൾ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ 28 ലെയറിന്റെ ഓപ്ഷൻ കിട്ടും. അത് നമ്മൾ അൺയൂസ്ഡ് റൂട്ടിംഗ് എന്ന് കൊടുക്കുക. എന്നിട്ട് ബോട്ടം ലെയർ മാത്രം ഡബിൾ ക്ലിക്ക് ചെയ്യുക, റൂട്ടിംഗ് ലെയർ ആയിട്ട് കൊടുക്കുക. ഇനി നമുക്ക് റൂട്ട് ചെയ്യാം. ഓട്ടോ റൂട്ട് ബോർഡ്. ഇപ്പൊ നമുക്കൊരു ട്രാക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ട്രാക്ക് കിട്ടി. ഇപ്പൊ ഇതിനെ തന്നെ നമുക്ക് മാനുവലായിട്ട് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ട്രാക്കിന്റെ വിഡ്ത്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് റൂട്ട് മോഡ് എടുക്കുക. എന്നിട്ട് ഈ
ട്രാക്ക് ഏത് ട്രാക്കാണ് വേണ്ടത് ആ ട്രാക്കിന്റെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അൺറൂട്ട് ബോർഡ് എന്ന് കൊടുക്കുക. അപ്പൊ അൺറൂട്ടായി. എന്നിട്ട് നമുക്കിവിടെ ഇത് സെലക്ട് ചെയ്തിട്ട് W എന്നുള്ള കീബോർഡിൽ W എന്നുള്ള കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാക്കിന്റെ വിഡ്ത്ത് ഡിഫോൾട്ട് എത്രയെന്ന് അറിയാം. 12 മിൽസ് ആണ്. ഞാനിപ്പോൾ അത് 30 വേണമെന്നുണ്ടെങ്കിൽ 30 എന്ന് കൊടുത്തു. എന്നിട്ട് ഓക്കെ കൊടുത്തു. വാണിങ് ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച ചെയ്താൽ ഇത് 30 മിൽസിലായിരിക്കും ഇപ്പൊ റൂട്ടായി കിട്ടുന്നത്. ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് മാനുവലായിട്ട് റൂട്ട് ചെയ്യാം. ഓട്ടോമാറ്റിക്കായി റൂട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് വോൾട്ട്മീറ്ററും അമ്മീറ്ററും ഒക്കെ കണക്ട് ചെയ്യുന്ന പോയിന്റ്സ് ആണ്. അതിന് ഇവിടെ നമുക്ക് DC പവർ സപ്ലൈയുടെ പോയിന്റ് വേണം, വോൾട്ട്മീറ്റർ വേണം, അമ്മീറ്റർ വേണം. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഓരോ പാഡ് എടുത്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ പാഡ് വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം കമ്പോണന്റ് ടൂൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് സ്ക്രീനിൽ എവിടെയെങ്കിലും വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ന്യൂ ഒന്ന് കൊടുക്കുക. എന്നിട്ട് ഫുട് പ്രിന്റ്, പുതിയ ഏതെങ്കിലും ഒരു ഫുട് പ്രിന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് ലോക്കലില് ഡിഫോൾട്ട് എന്ന് പറയുന്ന ഒരു ഫുട് പ്രിന്റ് ഉണ്ട്, അതെടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തിട്ട് അതിനെ നമ്മൾ പ്ലേസ് ചെയ്യുക. ഓക്കെ കൊടുക്കുക. അപ്പൊ നമ്മളിവിടെ പ്ലേസ് ആകും. ഈ ഡിഫോൾട്ട് എന്നുള്ള നെയിം വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഓഫ് ചെയ്യാൻ പറ്റും. അപ്പൊ അതായിട്ട് ഇത് ഡിലീറ്റ് ചെയ്യുക. അപ്പൊ ഇത് ഏതുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്? ഇപ്പൊ ഡയോഡിന്റെ ആനോഡിലേക്ക് നമുക്ക് പോസിറ്റീവ് വോൾട്ടേജ് വരണം. അപ്പൊ നമ്മൾ കണക്ഷൻ ടൂൾ ഉണ്ട് ഇവിടെ. ഇപ്പൊ കണക്ഷൻ ടൂൾ എടുത്തിട്ട് ഇവിടെ സിംഗിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അടുത്ത എൻഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തമ്മിൽ കണക്ഷൻ ആയി. വീണ്ടും ഒരു പാഡ് മൈനസിന് വേണ്ടിയിട്ട് വേണം. അപ്പൊ അവിടെ നമ്മൾ കമ്പോണന്റ് ടൂൾ എടുക്കുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ന്യൂ എന്ന് കൊടുത്തിട്ട് ഫുട് പ്രിന്റ് ലോക്കൽ എന്നുള്ള ലൈബ്രറിയിൽ തന്നെ ഡിഫോൾട്ട് ഓക്കെ കൊടുക്കുക. അതിവിടെ പ്ലേസ് ചെയ്യുക. എന്നിട്ട് ആ ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്യുക. ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് അതങ്ങ് പോകും. എന്നിട്ട് അടുത്ത് മൈനസിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കണക്ഷൻ ടൂൾ എടുത്ത് ഇവിടെ സിംഗിൾ ക്ലിക്ക് ചെയ്യുക. അടുത്ത എൻഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, സിംഗിൾ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻഡ് കമാൻഡ് കൊടുത്ത് തമ്മിൽ കണക്ഷൻ ആയി. ഇനി നമ്മുടെ ഇവിടെ ഇപ്പൊ റൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് ഓട്ടോ അൺറൂട്ട് ബോർഡ് കൊടുത്തിട്ട് ഇനി നമ്മൾ റൂട്ട് ചെയ്താൽ ഓട്ടോ റൂട്ട് ബോർഡ് ആ പോയിന്റും കൂടെ ചേർത്ത് നമുക്ക് റൂട്ട് ചെയ്ത് കിട്ടും. ഇനി നമുക്ക് ഇവിടെ എന്തെങ്കിലും ടെക്സ്റ്റ് ലേബൽ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ T എടുക്കുക, സ്ക്രീനിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ന്യൂ എന്ന് കൊടുക്കുക. എന്താണ് കൊടുക്കേണ്ടത്? ഞാനിപ്പോ ഇവിടെ +VCC എന്നാണ് കൊടുക്കുന്നത്. +VCC എന്ന് കൊടുത്തു. അത് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഞാനിപ്പോ ഇത് ബോട്ടമിലാണ് റൂട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ടോപ്പിൽ പ്ലേസ് ചെയ്യാം. ടോപ്പിൽ ഇങ്ങനെ. അപ്പൊ ഇത് ടോപ്പ് ലെയറിൽ വരും. അല്ല ഇതിനെ മാറ്റിയിട്ട് നമുക്ക് റൈറ്റ് ബട്ടൺ ക്ലിക്ക് എഡിറ്റ് പ്രോപ്പർട്ടീസ് എടുത്തിട്ട് ഇതിനെ ടോപ്പ് എന്നുള്ളത് മാറ്റിയിട്ട് ബോട്ടമിലോ അല്ലെങ്കിൽ അസംബ്ലി ടോപ്പിലോ, അപ്പൊ അസംബ്ലി ടോപ്പിൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ അസംബ്ലി ടോപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ കൊടുക്കുക. അപ്പൊ അസംബ്ലി ടോപ്പിൽ അപ്പൊ ഈ കമ്പോണന്റിന്റെ പേര് വരുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഇതും കൂടെ പ്രിന്റ് വരും. അതുപോലെ അടുത്ത -VCCക്കും ടെക്സ്റ്റ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പൊ ടെക്സ്റ്റ് ടൂൾ തന്നെ എടുത്തു റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ന്യൂ എന്ന് എടുത്തിട്ട് ഗ്രൗണ്ട് എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ മൈനസ് സിമ്പലും കൂടെ GND എന്നും കൂടെ കൊടുക്കാം. അതും എവിടെ പ്ലേസ് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. അസംബ്ലി ടോപ്പിൽ തന്നെ പ്ലേസ് ചെയ്യാം. ഇത് അസംബ്ലി ബോട്ടമാണ്. ഇവിടെ അസംബ്ലി ടോപ്പ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പൊ അതിവിടെ പ്ലേസ് ചെയ്യും. അതുപോലെ തന്നെ അടുത്ത വോൾട്ട്മീറ്റർ കണക്ട് ചെയ്യാനുള്ള പോയിന്റും റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പുതിയൊരു കമ്പോണന്റ് എടുക്കുന്നതിനാണ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ന്യൂ എന്ന് കൊടുക്കുക. ഫുട് പ്രിന്റ് എടുക്കുക, ലോക്കൽ അതിൽ ഡിഫോൾട്ട് എന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഇവിടെ പ്ലേസ് ചെയ്യും. വോൾട്ട്മീറ്ററിന്റെ പോസിറ്റീവ് അതുപോലെ നെഗറ്റീവ് ന്യൂ എന്ന് കൊടുത്ത് ഫുട് പ്രിന്റ് എടുക്കുക, ഡിഫോൾട്ട് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഓക്കെ കൊടുത്തു. ഓക്കെ അതിവിടെ പ്ലേസ് ചെയ്യുക. എന്നിട്ട് ഈ ടെക്സ്റ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്യാം. ടെക്സ്റ്റ് ഒക്കെ എന്ത് ടെക്സ്റ്റ് വേണമെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്യാം. അപ്പൊ അത് ഡിലീറ്റ് ചെയ്തിട്ട് അടുത്ത കണക്ഷൻ ടൂൾ എടുത്തിട്ട് തമ്മിൽ കണക്ട് ചെയ്യും. ഇവിടെ നിന്ന് അതുപോലെ തന്നെ അടുത്ത പോയിന്റും കൂടെ കണക്ട് ചെയ്യുക. എന്നിട്ട് ഓട്ടോ അൺറൂട്ട് ബോർഡ് കൊടുത്തു. എന്നിട്ട് പ്ലേസ് ഒന്നുകൂടെ റൂട്ട് ചെയ്യുക. ഓട്ടോ റൂട്ട് ബോർഡ്. ഇപ്പൊ നമ്മളിപ്പോ കണക്ട് ചെയ്ത പോയിന്റ് കൂടെ വന്നു. അപ്പം ഇവിടെ വേണമെങ്കിൽ വോൾട്ട്മീറ്റർ എന്ന് ടൈപ്പ് ചെയ്യാം. അതുപോലെ ട്രാക്ക് ഇപ്പം ഇത് ചെറുതാണെങ്കിൽ ട്രാക്ക് കുറച്ചുകൂടെ വിഡ്ത്ത് കൂട്ടാനായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞാണ്, എന്നാലും ഒന്നുകൂടെ പറയാണ്. ടൂൾസ്,
ടൂൾ എന്നുള്ള മെനു എടുക്കുക, നെറ്റ്, സെലക്ട് ഫ്രം സ്പ്രെഡ്ഷീറ്റ്. ഇവിടെ ഇത് ക്യാൻസൽ ചെയ്തിട്ട് ഇപ്പൊ 12 മിൽസ് ആണ് കിടക്കുന്നത്. അത് ഇവിടെ ടോട്ടലായിട്ട് സെലക്ട് ചെയ്തിട്ട് വേണമെങ്കിലും വിടുത്ത് നമുക്ക് മാറ്റാം. ഞാനിപ്പോ ഇവിടെ 50 എന്ന് കൊടുത്തു. 50 മിൽസിലാണ്. യൂണിറ്റ് മാറ്റാനായിട്ട് ഡിസ്പ്ലേ യൂണിറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഓപ്ഷൻസ് സിസ്റ്റം സെറ്റിംഗ്സിൽ അത് മാറ്റിയാൽ ഡിസ്പ്ലേ യൂണിറ്റ്സ് ഒക്കെ മാറ്റും. ഞാനിപ്പോ അതൊന്നും ഇപ്പൊ പറയുന്നില്ല, നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. എന്നിട്ട് ഇവിടെ നമ്മൾ ഓട്ടോ റൂട്ട് ബോർഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ 50 മിൽസിലുള്ള ട്രാക്ക് വിടുത്തായിട്ട് മാറിക്കിട്ടി. ഇങ്ങനെയാണ് നമുക്ക് PCB റൂട്ട് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് PCBയുടെ ഡയമെൻഷൻ ഒക്കെ മാർക്ക് ചെയ്യാം. അതിൽ ടൂളിൽ തന്നെ നമുക്ക് ഡയമെൻഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഒരു ന്യൂ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സിംഗിൾ ആയിട്ട് എവിടെ ക്ലിക്ക് ചെയ്യുന്നു അവിടെ മുതൽ താഴോട്ടുള്ള പോയിന്റിൽ നമുക്ക് ഡയമെൻഷൻ മാർക്ക് ചെയ്ത് കിട്ടും. ഇപ്പൊ 1075 മിൽസ് ആണ്. അതുപോലെ നമുക്ക് ഇവിടെ നിന്ന് എങ്ങോട്ട് വേണമെങ്കിലും ഉള്ള മെഷർമെന്റ്സ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇങ്ങനെയാണ് ഡയമെൻഷൻ മാർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ഡയമെൻഷനും എല്ലാ കാര്യങ്ങളും മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു PCB ഞാൻ ചെയ്തതുകൊണ്ട് അത് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇങ്ങനെയാണ് ഒരു PCB, നല്ലൊരു PCB ചെയ്യുന്ന മെത്തേഡാണ് ഇത് പറഞ്ഞത്. ഇപ്പൊ DC വോൾട്ടേജ്, അമ്മീറ്റർ, വോൾട്ട്മീറ്റർ, അതുപോലെ ഡയോഡ്, എല്ലാ കാര്യങ്ങളും ടൈപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെയാണ് നമ്മൾ ഒരു PCB ചെയ്തെടുക്കേണ്ടത്. അതിന്റെ മിക്കവാറും എല്ലാ സ്റ്റെപ്പും ഞാൻ പറഞ്ഞെന്നാണ് എന്റെ ഓർമ്മ. എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം കൂടെ പറയാം. പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷൻസ് എടുക്കുക, പോസ്റ്റ് പ്രോസസ് സെറ്റിംഗ്സ് എടുക്കുക. ഈ ഡിവൈസ് എന്നുള്ളത് ഡിഫോൾട്ട് ആയിട്ട് എക്സ്റ്റൻഡ് ജർബർ എന്നുള്ള ഓപ്ഷനാണ് കിടക്കുന്നത്. അതിനെ പ്രിന്റ് മാനേജർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് ആണ് എടുക്കുന്നതെങ്കിൽ ഫോഴ്സ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തിട്ട് ഓട്ടോ എടുക്കുക. ഓട്ടോ റൺ പോസ്റ്റ് പ്രോസസർ എന്ന് കൊടുക്കുക. ഞാനിപ്പോ ഒരു PDF ഫാക്ടറി എന്ന് പറയുന്ന ഒരു പ്രിന്ററാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടേക്കുന്നത്. അതിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇത് നമുക്ക് സേവ് ചെയ്യുകയാണെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ഞാൻ ഇപ്പൊ സേവ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫയൽ. ഇത് ആദ്യത്തെ ഫസ്റ്റ് പേജ്. സെക്കൻഡ് പേജ് നമുക്ക് സൂം ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ചെയ്ത PCBയുടെ ഡീറ്റെയിൽസ് എല്ലാം. ഇങ്ങനെ നമുക്ക് പ്രിന്റ് എടുക്കാൻ പറ്റും. ഇത് പ്രിന്റ് എടുത്തിട്ട് നമുക്ക് ട്രാക്ക് വരച്ച് എച്ച് ചെയ്ത് ഡ്രിൽ ചെയ്ത് നമുക്ക് സോൾഡർ ചെയ്തൊക്കെ എടുക്കാൻ പറ്റും. ഇങ്ങനെ ഒരു നല്ലൊരു PCB ഇങ്ങനെയാണ് ചെയ്യുന്നത്. എന്തായാലും ഒരു ഡയോഡിന്റെ ക്യാരക്ടറിസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഈ ഡയോഡിനെ സംബന്ധിച്ചിടത്തോളം അത് കറണ്ട് മാർക്കറാണ് വെക്കേണ്ടത്. കറണ്ട് മീറ്റർ മാർക്കർ നമ്മൾ ആനോഡിൽ വെച്ചു. അതുപോലെ ആക്സിസ് വേരിയബിൾ എടുത്തിട്ട് നമുക്ക് ഡയോഡിന്റെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് പറഞ്ഞു. പിന്നെ PCBയുടെ സ്റ്റേജിൽ ട്രാക്ക് മാർക്ക് ചെയ്യുന്നതും ഡയമെൻഷനിങ്ങും പുതിയ അഡീഷണൽ പാഡ് വെക്കുന്നതും ഒക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും. ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക.